നന്നായി വരട്ടെ. മുത്തശ്ശൻ അനുഗ്രഹം വാങ്ങിക്കുക. മുത്തശ്ശ, നന്നായി വരട്ടെ. ആ ഇനി അമ്മയ്ക്ക് കൊടുക്കും. അമ്മ അഞ്ജു, ഗോപികയും നിന്റെ വയസ്സിന് മുതിർന്നതാ. ദക്ഷിണ കൊടുത്ത് ഗോപികയുടെ അനുഗ്രഹവും വാങ്ങിച്ചോളൂ. എനിക്ക് പറ്റില്ല. ഞാൻ എന്തിനു ദക്ഷിണ കൊടുത്ത് ഇവിടെ അനുഗ്രഹം മേടിക്കുന്നേ? അഞ്ജിത്, എനിക്ക് ഗോപികയുടെ അനുഗ്രഹം ഒന്നും ആവശ്യമില്ല. മോളെ, നാളെ നീ മറ്റൊരു വീട്ടിലേക്ക് പോവല്ലേ? മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി നിന്റെ കല്യാണത്തിന്. അതിനിടയ്ക്ക് എന്തിനാ ഇനി നീയും ഗോപികയും തമ്മിൽ ശത്രുത? നീ ഗോപികയായിട്ടുള്ള ശത്രുത എല്ലാം മറക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ നന്മ മാത്രമേ ഗോപിക ആഗ്രഹിക്കുന്നുള്ളൂ. മോള് പറയുന്നത് കേൾക്ക്. ഗോപിക്ക് ദക്ഷിണ കൊടുത്ത അനുഗ്രഹം വാങ്ങിക്കേ. അത് ഗുരുത്വമാണ്. അതിന്റെ ഫലം ഈശ്വരൻ നിനക്ക് തീർച്ചയായിട്ടും തരും. അഞ്ജിതേ, ദേവിക പറയും നീ കേൾക്ക്. അഹന്ത കാണിക്കാനുള്ള മുഹൂർത്തം അല്ലിത്. ചെല്ലു മോളെ.
ഭദ്ര മോനെ, എത്ര നാളായടാ നിന്നെ? അത് കഴിഞ്ഞില്ലേ അമ്മേ, അത് വിട്ടുകള. കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനും ഗ്രഹണം വരും. അതുപോലെ ഭദ്രന്റെ ജീവിതത്തിൽ ഒരു ഗ്രഹണകാലം ഉണ്ടായി. അങ്ങനെ കരുതിയാൽ മതി. ആ അമ്മ വാ. പിന്നെ എന്തൊക്കെയാ പുറത്തെ വിശേഷങ്ങൾ? എന്നെ ജയിലിൽ കയറ്റിയിട്ട് ആ ദേവിക സുഖിച്ചു വാഴുവാണോ അവിടെ? അതിനവള് നാട്ടിലില്ലടാ. ഇല്ലേ? അവൾ എവിടെ പോയി? അവളും അവളുടെ കുടുംബവും കൂട്ടത്തോടെ സിറ്റിയിലേക്ക് കെട്ടിയെടുത്തു. ഇപ്പൊ അവറ്റുകളുടെ പൊറുതി അവിടെയാ. ഓ, അവൾ ഏത് നരകത്തിൽ പോയി താമസിച്ചാലും ശരി തന്നെ, അവളും ഞാനും തമ്മിലുള്ള കല്യാണം ഉടനെ നടക്കണം. അത് നടന്നേ തീരൂ. അതെന്റെ ഒരു വാശിയാ. അവളോടുള്ള എന്റെ പക അവളെ താലി കെട്ടി കൂടെ പോർപ്പിച്ചു വേണം എനിക്ക് തീർക്കാൻ. കല്യാണം എപ്പം നടത്തി തരും? അതാ ഇപ്പം എനിക്ക് അറിയേണ്ടത്. നീ പുറത്തിറങ്ങിയല്ലോ, ഇനി എപ്പ വേണമെങ്കിലും നടത്താം. നീയായിട്ടുള്ള വിവാഹത്തിന് ദേവികയെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് ആ സുലോചന വാക്ക് തന്നിട്ടുള്ളതാ. ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാ വിളിക്കേ, വേഗം വിളിക്കേ. എന്നിട്ട് സ്പീക്കറിലിട്. വിളിക്കേ. ഓ, ഇവരിപ്പൊ എന്തിനാ വിളിക്കുന്നേ? അയ്യോ, വല്ല ഏടാകൂടോ ആണോ? ഇനിയിപ്പൊ തെറി പറയാനായിരിക്കോ? അവസാന നിമിഷം ഞാൻ കളം മാറിയതിന്റെ കലി ചിലപ്പോ കാണുമായിരിക്കും. എന്തായാലും എടുക്കാം. ഹലോ സുലോചനെ, എന്തൊക്കെയുണ്ടടി വിശേഷങ്ങള്? എടി, നീ കൂടെ നിന്നിട്ട് അവസാനം കാലം അറിയില്ലടി. അല്ല, അത് ഭദ്രനുമായിട്ടുള്ള വിവാഹത്തിന് ദേവിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. അത് നിനക്ക് ഓർമ്മയുണ്ടോ? അതോ അതും മറന്നോ നീ? അയ്യോ, അത് ഞാൻ പിന്നെ മറക്കുവോ? എന്നിട്ട് എന്തായി? അവളെ സമ്മതിച്ചോ? നീ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോ? അതിപ്പോ ഭദ്രനിപ്പോ ജയിലിലല്ലേ? എടി, അവൻ ജീവിതകാലം മുഴുവനും ജയിലിൽ അട്ടിപ്പേർ കിടക്കുന്നാണോ നീ വിചാരിച്ചത്? അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങിയോ? എപ്പോ? ഇപ്പോ. ഇനി അവൻ പുറത്ത് തന്നെ കാണും. എപ്പോ അവനും അവളും തമ്മിലുള്ള കെട്ട് നടത്താം, അത് പറയും. അത് എന്താടി, വാക്ക് മാറാനുള്ള ഉദ്ദേശം വല്ലതും ഉണ്ടോ നിനക്ക്? ഏയ്, ഞാനങ്ങനെ വാക്ക് മാറ്റോ? അതെ സ്വർണ്ണമേ, നാളെ എന്റെ മോൾ അഞ്ജിതയുടെ കല്യാണോ? ഓഹോ, അത് ശരി. എന്നിട്ട് അത് നീ ഞങ്ങളെയൊന്നും അറിയിച്ചില്ലല്ലോ. അത് പിന്നെ പെട്ടെന്നായിരുന്നു, അതുകൊണ്ടാ. ശരി ശരി, നീ വിഷയത്തിലേക്ക് വാ. ഇവരുടെ കല്യാണം എപ്പോഴത്തേക്ക് നടത്താം? ഉടനെ നടത്താം. നാളെ എന്റെ മോളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് എല്ലാം വേണ്ടതുപോലെ ചെയ്യാം. അതുവരെ ദയവ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ സ്വർണ്ണമ്മേ. ശരി ശരി, തൽക്കാലം ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. കല്യാണം നടക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ വിളിക്കും. ഓ, അവള് കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കട്ടെ. അവളുടെ സന്തോഷമൊക്കെ അധികം വൈകാതെ മായും. ഞാനിത് മായ്ക്കും. നാളെയല്ലേ വിവാഹം? അത് കഴിഞ്ഞിട്ടേ ഇദ്ദേഹം ഇവിടെ വരുള്ളൂ എന്ന് ഞാൻ കരുതിയത്. അങ്ങനെ തന്നെയാണ് ഞാനും നിശ്ചയിച്ചിരുന്നത്. ഇന്നിത്തിരി സമയം കിട്ടിയപ്പോൾ ജോത്സ്യരെ വന്ന് കാണണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഇത് എൻ്റെ 2 പേരക്കുട്ടികളുടെയും ജാതകമാണ്. അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ദേവിയുടെയും അവളുടെ അനിയത്തി ഗോപിയുടെയും. ഇത് രണ്ടും ഗണിച്ച് കൃത്യം പ്രശ്നങ്ങൾ ജോത്സ്യർ എന്നോട് പറയണം.
എൻ്റെ ഈ 2 പേര് കുട്ടികൾക്കും എപ്പോഴും കഷ്ടതകളാണ്. അതൊന്ന് മാറിക്കിട്ടാൻ എന്താ പരിഹാരമെന്നറിയണം. 2 ജാതകവും വിശദമായിട്ട് ഗണിക്കണമെങ്കിൽ ഏതാണ്ട് 2 മണിക്കൂറോളം സമയം വേണ്ടിവരും. 2 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഗണിച്ച് പറയാം. അയ്യോ, അതിനുള്ള സമയമൊന്നുമില്ല. കല്യാണത്തിരക്കിനിടയില്ല ഞാനിങ്ങോട്ട് ഓടി വന്നത്. പ്രധാനമായും എന്താണ് അറിയേണ്ടത്? അതിൽ ഗോപികയ്ക്ക് അവൾ ആഗ്രഹിച്ച വിവാഹം നടക്കാത്തതിൽ കടുത്ത വിഷമമുണ്ട്. എന്തുകൊണ്ട് അവൾ ആഗ്രഹിച്ച വിവാഹം നടന്നില്ല, എന്ത് ഗ്രഹപ്പഴയാണുള്ളത് അതറിയണം. അതുപോലെ തന്നെ ദേവികമ്മളുടെ ഭാവി എങ്ങനെയാണെന്നും അറിയണം. അതാണ് ഗോപികയുടെ ജാതകം. ഇത് ഞാൻ കൃത്യമായി ഉണ്ടാക്കിയ ജാതകമാണല്ലോ. ഇതിനെക്കുറിച്ചാണോ ഇദ്ദേഹം ഈ പറയുന്നത്? നാളെ വിവാഹം നടക്കാൻ പോകുന്നത് എൻ്റെ ഇളയ മകളുടെ മകൾക്കാണ്. ഗോപിക എൻ്റെ മൂത്ത മോൻ്റെ മോളാണ്. ഗോപിക ഇഷ്ടപ്പെട്ടിരുന്നത് പൊന്നാരൻ തോട്ടത്തിലെ ഇർഷി എന്ന പയ്യനെയാണ്. അയാളെ തന്നെയാണ് അഞ്ജിതയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. 2 പേർക്കും പാവനെ തന്നെ വിവാഹം കഴിക്കണം. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ല. അങ്ങനെ ആ ജോത്സ്യൻ്റെ പ്രവചനം കാരണമാണ് ഗോപികയ്ക്ക് അവൾ ആഗ്രഹിച്ച വിവാഹം മുടങ്ങിയത്. ഗോപിയെ വിവാഹം കഴിച്ചാൽ ഋഷിക്ക് എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് എനിക്കതറിയണം. ഞാൻ പോയിട്ട് സൗകര്യം പോലെ വരാം. അന്നേരം ജോത്സ്യൻ എന്നോട് വിശദമായിട്ട് പറയണം. എന്നാ ഞാൻ പോട്ടെ. ഋഷിയേട്ടാ, ദേ ആദ്യം അങ്ങോട്ട് പിടിച്ചേ. പിടിക്കേട്ടാ, ഇത് ഏട്ടന്റെ കല്യാണത്തിന് എന്റെ വക ഗിഫ്റ്റാ. ഇത് അഭിഷേകേട്ടന്റെ ഗിഫ്റ്റാ. അഭിഷേകേട്ടൻ ബിസിനസ് ടൂറിലല്ലേ. കല്യാണത്തിന് അഭിയേട്ടൻ ചിലപ്പോ എത്തും, ചിലപ്പോ അത് കഴിഞ്ഞാവും വരുന്നേ. ഏട്ടന കാര്യത്തിൽ ഉറപ്പില്ലാത്തോണ്ട് ഈ ഗിഫ്റ്റ് ഋഷിയേട്ടന് നൽകാൻ അഭിയേട്ടനെ എന്നെ ഏൽപ്പിച്ചേക്കുന്നേ. ദാ സ്വീകരിച്ചാല്. എങ്ങനെയുണ്ട്? ഗിഫ്റ്റ് തുറന്നു നോക്കുന്നില്ലേ? അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും തുറന്നു നോക്കിക്കോളാം. ഗിഫ്റ്റ് സ്മൃതി, എനിക്കും തരണം, എനിക്ക് തരണം. ഏട്ടൻ എന്താ വേണ്ടേ? എനിക്ക് ഗിഫ്റ്റ് തരണം.
സ്മൃതി ഇപ്പൊ ഋഷിക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലേ, അതുപോലത്തെ ഗിഫ്റ്റ് എനിക്കും തരണം. ഏട്ടാ, ഋഷേട്ടിന് വെറുതെ ഗിഫ്റ്റ് കൊടുത്തതല്ല. നാളെ ഋഷേട്ടിന്റെ ജീവിതത്തിൽ സ്പെഷ്യൽ ഡേ ആണ്. കല്യാണോ? കല്യാണോ? ആ അതെ, നാളെ ഋഷേട്ടിന്റെ കല്യാണം. അതുകൊണ്ടാ ഞാൻ ഋഷേട്ടിന് ഗിഫ്റ്റ് കൊടുത്തേ. കല്യാണമായ നമ്മള് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? വേണം, ഗിഫ്റ്റ് കൊടുക്കണം. പക്ഷേ ഗിഫ്റ്റ് കൊടുക്കാൻ എന്റെ ഗിഫ്റ്റ് ഒന്നും ഇല്ലല്ലോ. ഞാനിപ്പോ എന്ത് ഗിഫ്റ്റ് ഋഷിക്ക് കൊടുക്കുക? എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട ഏട്ടാ. ഗിഫ്റ്റ് തരണം. എനിക്ക് എന്തായാലും ഋഷിക്ക് ഗിഫ്റ്റ് തരണം. പക്ഷെ എന്താ ഗിഫ്റ്റ് കൊടുക്കുക? ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണമല്ലോ. ഋഷിക്ക് ഇപ്പൊ എന്ത് ഗിഫ്റ്റാ കൊടുക്ക? ഇത് കൊടുത്ത കുട്ടനോട് എന്തെടുക്ക? നാളെ ഋഷിയുടെ കല്യാണല്ലേ, അപ്പൊ ഋഷിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഞാൻ അതിനു വേണ്ടി ഇവിടെ തെരയാ മാമ. അതിനിപ്പോ ഇവിടെ എന്ത് ഗിഫ്റ്റാ ഉള്ളേ? എന്തെങ്കിലും ഗിഫ്റ്റ് കാണുന്നേ? ഒന്നുമില്ലല്ലോ. ആ അപ്പൊ മാമ ഇത് കൊടുത്താലോ? കുട്ടാ എന്താ കുട്ടാ ഇത്? വേണ്ട അല്ലേ? എന്നാ വേണ്ട. ഇനിയിപ്പൊ എന്താ കൊടുക്കുക? ഒന്നുമില്ലല്ലോ മാമ. സാരമില്ല. എന്തെങ്കിലും കൊടുക്കണമല്ലോ. നോക്ക്, ഇത് കൊള്ളാലേ. ഇത് ഋഷിക്ക് ഗിഫ്റ്റ് കൊടുക്കാല്ലേ മാമ? ഈ വള ഋഷിക്ക് കൊടുക്കാനോ? ആ കുട്ടാ, ഇത് കുട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വളയല്ലേ? ഇതാണോ ഋഷിക്ക് കൊടുക്കുന്നേ? അതിനെന്താ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കോ? കൊടുക്കൂലോ, ഞാൻ കൊടുക്കും. നമ്മൾ ആർക്കെങ്കിലും സമ്മാനം കൊടുക്കണമെങ്കിൽ അത് ഏറ്റവും നല്ല സാധനമായിരിക്കണം എന്നാ അമ്മൂമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളേ. ഞാൻ ഋഷിക്ക് എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ. ഋഷി, ടൈം ടൈം. ഋഷി, ഇത് വാങ്ങിക്കേ. ഇത് മാലാഖയുടെ വിളയാ. ഇത് ഋഷി എടുത്തോ. വാങ്ങിക്ക് ഋഷി. ഇത് ഏട്ടന് ഒത്തിരി പ്രിയപ്പെട്ടതല്ലേ? ഇത് മറ്റൊരാൾക്ക് കൊടുത്ത ഏട്ടന് സങ്കടമാവൂലേ? കുറച്ച് സങ്കടാവും, എന്നാലും സാരില്ല. എന്റെ ഈ ഗിഫ്റ്റ് ഋഷിക്ക് സന്തോഷാവെങ്കിൽ എനിക്കത് ഇഷ്ടാ. അത് മതി. എനിക്ക് ഏട്ടന്റെ സ്നേഹത്തെക്കാൾ വലിയ സമ്മാനം വേറെ കിട്ടാനില്ല. എനിക്കത് മതി. ഏട്ടന്റെ പ്രിയപ്പെട്ട മാലാഖയുടെ വള ഏട്ടന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഇത് ഏട്ടന്റെ മാലാഖയുടെ ഓർമ്മകളല്ലേ? ആ ഓർമ്മകളെന്നും ഏട്ടനോടൊപ്പം തന്നെ വേണം. ഋഷിയുടെ മാലാഖ ഓർമ്മിക്കാൻ ഋഷിയുടെ കയ്യിൽ എന്താ ഉള്ളത്?
അതൊക്കെയുണ്ട്. ഏ? ഏട്ടനിപ്പോ ഈ വള കൊണ്ടുപോയി ഭദ്രമായിട്ട് വെക്കേ. ചെല്ല്. ഉം.